വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ഡേറ്റാബേസ് ആൻഡ് ഡേറ്റ വെയർഹൗസ് എന്നുള്ളത്. ഇവിടെ അതിൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കമ്പാരിസൺ നോക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്ന പർപ്പസ് ആണ്. ഡേറ്റാബേസിൻ്റെ പർപ്പസ് എടുക്കാനാണെങ്കിൽ ഡെയിലി ഓപ്പറേഷണൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റാബേസിൻ്റെ പർപ്പസ്. ഡേറ്റ വെയർഹൗസിൻ്റെ പർപ്പസ് എന്താണ്? ഡേറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് ഡേറ്റ വെയർഹൗസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റ വെയർഹൗസിൻ്റെ പർപ്പസ്. ഇനി പ്രോസസ്സിങ്ങിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ ഡേറ്റാബേസിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആണ്, OLTP, അതായത് അവിടെ ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത്. ഇനി ഡേറ്റ വെയർഹൗസിലോ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് ആണ്, അതായത് അവിടെ എന്താണ് വരുന്നത്? അനാലിസിസ് ആണ് വരുന്നത്. ഇനി യൂസേജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ്? ഡേറ്റാബേസ് എന്ന് പറയുന്നത് റൂട്ടീൻ ബിസിനസ് ഓപ്പറേഷൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി സ്ട്രക്ചറിൻ്റെ കാര്യം എടുക്കാനാണെങ്കിൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, അതായത് അവിടെ കോംപ്ലക്സ് ജോയിൻസ് ആണുള്ളത്. ഇനി ഡേറ്റ വെയർഹൗസിൻ്റെ കേസ് എടുക്കാനാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, ഡീനോർമലൈസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ സിമ്പിൾ സ്ട്രക്ചറാണുള്ളത്. ഇനി ഓറിയൻറ്റേഷൻ്റെ കേസ് എടുക്കാനാണെങ്കിലോ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ് ഡേറ്റാബേസ്. ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഡേറ്റ ടൈപ്പ് എടുക്കാനാണെങ്കിൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് കറണ്ട് ഡേറ്റയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇനി ഡേറ്റ ടൈപ്പിൽ ഡേറ്റ വെയർഹൗസിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ കറണ്ട് ഡേറ്റയും നോക്കും, അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡേറ്റയും നോക്കും. എന്നാലല്ലേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാസ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഡേറ്റയിൽ നിന്നും അതേപോലെ തന്നെ കറണ്ട് ഡേറ്റയിൽ നിന്നുമാണ് ഡേറ്റ വെയർഹൗസിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ക്വറീസിൻ്റെ കാര്യം എടുക്കാനാണെങ്കിൽ ഡേറ്റാബേസിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വറീസ് ആയിരിക്കും, ഡേറ്റ വെയർഹൗസിൽ കോംപ്ലക്സ് ക്വറീസ് ആണ്. ഇനി ഡേറ്റ സ്റ്റോറേജിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റയാണ് അവിടെ ഉള്ളത്. ഇനി ഡേറ്റ സ്റ്റോറേജിൻ്റെ കേസ് തന്നെ ഡേറ്റ വെയർഹൗസിലോ സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റയാണ് എടുക്കുന്നത്. ഇത്രയാണ് സിംപ്ലി ഡേറ്റാബേസും ഡേറ്റ വെയർഹൗസും തമ്മിലുള്ള ഡിഫറൻസ്.